സൺഡേ ആയതുകൊണ്ട് ഒരു ചെറിയ റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴേക്കും ദേ കിടക്കുന്നു ടയർ പഞ്ചർ. സൺഡേ ആയതുകൊണ്ട് ഇവിടെ എല്ലാ ടയർ ഷോപ്പും ക്ലോസ്ഡ് ആയിരിക്കും കേട്ടോ. എൽദോ ഒന്ന് വീക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായി ഒരു ചെറിയൊരു ആണി കയറി ഇരിപ്പുണ്ടായിരുന്നു ടയറിനകത്ത്. എൽദോ വേഗം അടുത്തുള്ള കനേഡിയൻ ടയറിൽ പോയിട്ട് ടൂൾ കിറ്റ് വാങ്ങി വന്നു ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൽദോ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടോ ടയർ പഞ്ചർ ഫിക്സ് ചെയ്യണത്. കിട്ടിയോ? ഇത് കണ്ട വളരെ ചെറിയ ആണിയാണെങ്കിലും ടയറിൻ്റെ ഉള്ളിൽ നിന്ന് കാറ്റ് വളരെ വേഗത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. എൽദോ ഈ ഒരു പ്ലഗ് എടുത്ത് ടയറിൽ ഇൻസേർട്ട് ചെയ്തപ്പോഴാട്ടോ മനസ്സിലായി ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇതങ്ങനെ പ്രത്യേകിച്ച് സിമ്പിളായിട്ടുള്ളൊരു പണിയല്ല, നല്ലോണം പാടുവരണം, ഇത് ഉള്ളോട്ട് പെട്ടെന്ന് പോവില്ല എന്ന്. എൽദോ 2-3 മിനിറ്റ് പണം തട്ടും ഒരു ഇഞ്ച് പോലും അത് ഉള്ളോട്ട് പോകണില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ അടുത്തുള്ളൊരു നൈബർ ഞങ്ങളോട് വിളിച്ചു ചോദിച്ചു എന്ത് പറ്റി, കാറിൻ്റെ ടയർ പഞ്ചറാണോ? അപ്പോൾ ഞങ്ങൾ ആ പഞ്ചറാന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇതെങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതിൽ എയർ പ്രഷർ ഉണ്ട്. സോ എയർ പ്രഷർ നിങ്ങളിത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് വരാൻ നോക്കും, അപ്പോൾ അത് അങ്ങനെ ഉള്ളിലോട്ട് ചെല്ലില്ല. സോ നിങ്ങൾ ആദ്യം ടയറിൻ്റെ ഉള്ളിലിരിക്കുന്ന ഫുൾ എയർ പ്രഷർ പുറത്തോട്ട് എടുത്താൽ മാത്രം, മാക്സിമം പുറത്തോട്ട് എടുത്താൽ മാത്രമാണ് ഈ ഒരു ഇത് ഉള്ളിലോട്ട് കയറുള്ളൂ, അല്ലെങ്കിൽ ഇത് പുഷ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. എൽദോ പിന്നെ ഒന്നും നോക്കിയില്ല, ഉള്ള എയർ പ്രഷർ റിമൂവ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് എൽദോ ട്രൈ ചെയ്തു വീണ്ടും. ചേട്ടാ ഇപ്പോഴാട്ടോ ഞാൻ ഓർത്തേ, ഞാൻ നിങ്ങളോട് വെൽക്കം പറഞ്ഞില്ല. അപ്പോൾ ഹലോ ലോ ബർഡ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എ സ്ക്വാഡ്. പിന്നെ ഇന്ന് എല്ലാവരുടെ സൺഡേ എങ്ങനെയുണ്ട്, അടിപൊളിയാണോ? എയർ പ്രഷർ കളയുമ്പോൾ എനിക്ക് ഡൗട്ടായിരുന്നു ഇനി ഫുൾ എയർ പ്രഷർ കളയണോ അല്ല പകുതി കളഞ്ഞാൽ മതിയോ, നല്ല ഡൗട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളോട് പുള്ളി പറഞ്ഞു മാക്സിമം എത്ര കളയാൻ പറ്റുമോ അത്രയും കളയണം, അപ്പോൾ ഇത് ഉള്ളിലോട്ട് കയറിപ്പൊക്കോളും, സിമ്പിളായിട്ട് കയറിപ്പൊക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ട്രൈ ചെയ്തു കേട്ടോ. അയാൾക്ക് കുറച്ചും കൂടി അറിവുണ്ടായിരുന്നു എന്ന് തോന്നണം, കാരണം അയാൾ പറഞ്ഞത് കറക്റ്റായിരുന്നു, ഈ ടൂള് വേഗം അതിൻ്റെ ഉള്ളിൽ കയറി. അയാൾക്ക് ബുദ്ധിയുണ്ടായിരുന്നു. റബ്ബറായിരുന്നു, മരക്കഷ്ണം പോലെ ഉണ്ടായിരുന്നു കാണാൻ. ഗ്ലൗസ് ഒക്കെ ഇട്ട് സെറ്റായാ? എൽദോനൊരു സ്വഭാവമുണ്ട്, എൽദോ ജോലി എടുത്താലും പ്രൊഫഷണലെ പോലെ എൽദോ ചെയ്യുള്ളൂ കേട്ടോ. കാരണം ഇതിലാണെങ്കിലും എൽദോ ഗ്ലൗസൊക്കെ ഇട്ട് പ്രൊഫഷണലെ പോലെ ചെയ്യും. ഈവൻ കിച്ചണിലാണെങ്കിൽ പോലും എന്തെങ്കിലും അരിയാനുണ്ടെങ്കിലും അവൻ ഗ്ലൗസൊക്കെ ഇട്ട് റെഡിയായി വന്നിട്ടേ അവൻ ചെയ്യുള്ളൂ. സംഭവം ഇനിയൊന്നുമില്ല, ഈ ഒരു റബ്ബറിൽ ജസ്റ്റ് ഗ്ലൂ ഒക്കെ തേച്ച് അതിൻ്റെ ഉള്ളിലൊങ്ങി അത് ഇറക്കണം. പിന്നെ എൽദോൻ്റെ വേറെ സ്വഭാവം എന്ന് വെച്ചാൽ ചെയ്യുമ്പോൾ എല്ലാം എൽദോന് നല്ല വൃത്തിയിലേ ചെയ്യുള്ളൂ. സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ എൽദോന് ഭയങ്കര വൃത്തിയായിരിക്കും. പക്ഷേ എൻ്റെയൊക്കെ മെൻറ്റാലിറ്റി എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ വേഗം ചെയ്ത് തീർക്കണം, പെട്ടെന്ന് തീർക്കണം, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ്. പക്ഷേ എൽദോന് അങ്ങനെയല്ല, ടൈം എടുത്ത് ചെയ്താലും നല്ല വൃത്തിയിലെല്ലാം ചെയ്ത് വെക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എൽദോന്. നീ നാട്ടിൽ ടയർ ഒട്ടിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം. ഓ യെസ്, ദിസ് ഈസ് യുവർ ഫസ്റ്റ് ടൈം. ഐ എം ഹാപ്പി ഫോർ യു. That's my boyda. ഈ റബ്ബർ അതിനകത്ത് പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട് എൽദോ ഒന്നും കൂടി മാക്സിമം അതൊന്ന് ഗ്യാപ്പ് ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. എൽദോൻ്റെ വേറൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഈ കാറിൻ്റെ പണികളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ എൽദോൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടയർ ചേഞ്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ പുറത്ത് കൊടുത്തേ ചെയ്യുള്ളൂ. $20 അല്ലേ ഉള്ളൂ, നമ്മൾ എന്തിനാ മാക്സിമം എനർജി വേസ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ച്. പക്ഷേ എൽദോ അങ്ങനെയല്ല കേട്ടോ, അവൻ്റെ കാർ അവനവന് മാക്സിമം അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ മാക്സിമം അവൻ ഒറ്റയ്ക്ക് ചെയ്യും. സീരിയസ്ലി ഇത് കണ്ട് എൻ്റെ നെഞ്ചിലൊരു വേദന വന്നെങ്കിൽ എൽദോ ഭയങ്കര കൂളായിരുന്നു കേട്ടോ. കാരണം എൽദോനെ അറിയായിരുന്നു ഇതിങ്ങനെ തന്നെ ചെയ്യേണ്ടതെന്ന്. കാരണം ഇതിൽ വരുന്ന എക്സ്ട്രാ പാർട്ടിക്കൽ അത് കട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഓൾറെഡി കത്തിച്ച് വേണമായിരുന്നു അത് കളയാനായിട്ട്. എനിക്കറിയില്ലായിരുന്നു ഇതൊന്നും. അങ്ങനെ ഫൈനലി നമ്മൾ കാറിൻ്റെ ടയർ പഞ്ചർ ഒട്ടിച്ചു കേട്ടോ. ഇനിയാട്ടോ നമ്മളെ സത്യാവസ്ഥ അറിയാൻ പോകുന്നത്, ഇത് ഫ്ലോപ്പായോ ഓർ സക്സസ് ആയോ എന്ന്. കാറിലോട്ടുള്ള എയർ കൊടുക്കൽ കുറച്ച് ടൈം എടുക്കും, കാരണം നമ്മൾ ഇത് കയറ്റാൻ നേരത്ത് മാക്സിമം നമ്മൾ എയർ പ്രഷർ ഊരിക്കളഞ്ഞല്ലോ. ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 5 to 8 minutes എടുത്തു കേട്ടോ.
ആദ്യമായിട്ട് ടയർ ഫിക്സ് ചെയ്തിട്ട് എന്ത് തോന്നുന്നു? എന്ത് ഫീൽ ചെയ്യുന്നു നിനക്ക് നിന്നെ കൊണ്ട് സാധിച്ചതിൽ? വാട്ട് യു ഫീലിംഗ്? അങ്ങനെ നമ്മൾ ഫൈനലി കുറച്ചങ്ങ് വെള്ളം സ്പ്രേ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി ബബിൾസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇത് സക്സസ് ആയിരുന്നു. എൽദോ ഫൈനലി അങ്ങനെ ആദ്യമായിട്ട് അവൻ്റെ കാറിൻ്റെ പഞ്ചർ അവൻ സ്വന്തമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഒറ്റയ്ക്കൊരു നാട്ടിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെയല്ലേ പഠിക്കുന്നത്? എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ ക്യാപ്പബിളായിരിക്കും, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ആരെയും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യില്ല. പിന്നെ ഇത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡും ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. കാരണം എൽദോന് വേണമെങ്കിൽ മൺഡേ പോയിട്ട് ഒരു ഷോപ്പിൽ കൊടുത്തിരുന്നെങ്കിൽ ഇതൊരു $20 ഫിക്സ് ചെയ്ത് കിട്ടുമായിരുന്നു കേട്ടോ. പക്ഷെ ഇങ്ങനത്തെയൊക്കെയുള്ള ഒരു ചെറിയ ചെറിയ കാര്യം പഠിച്ചു വെക്കുന്നത് ഒരു നല്ലൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഫ്യൂച്ചറിലാണെങ്കിലും നമുക്ക് പെട്ടെന്ന് എപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരിക, അന്നേരം ചിലപ്പോൾ കടകളൊന്നും ചിലപ്പോൾ അടുത്തുണ്ടായിരിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ 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 പണികളൊക്കെ പഠിച്ചിരിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെറിയ കാര്യമാണെങ്കിലും നമുക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്താൽ മതി, അത് ഡീറ്റെയിൽഡ് വേർഷൻ വീഡിയോ ഒക്കെ കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനും പറ്റും. ഇത് കണ്ടില്ലേ, എൽദോ അവൻ്റെ പരിപാടി എല്ലാം തീർത്തിട്ട് അവൻ്റെ ടൂൾസ് എല്ലാം എടുത്ത് ആ ടൂൾ ബാഗിലാക്കി അടച്ച് സൂക്ഷിച്ച് വയ്ക്കും കേട്ടോ. അങ്ങനത്തെ നല്ല സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പോൾ ലവ് ബസ് എല്ലാം പറഞ്ഞ പോലെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ വണ്ടർഫുൾ ഡേ.